എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം എബിൻ സെബാസ്റ്റ്യൻ. സെബ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അതായതെന്ന് പറയുന്നത് കറകച്ചാൽ കൂത്തർപ്പള്ളിയിലുള്ള ഇവർക്ക് അത്യാവശ്യം കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്മ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നിവിടെ ഇരുന്നപ്പോൾ വീഡിയോ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അമ്മയുടെ അമ്മ, അതായത് ഞങ്ങൾ മമ്മി എന്ന് വിളിക്കുന്നത്, മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷുണ്ട്. കോട്ടയംകാർ അച്ചായന്മാരുടെ കപ്പ ബിരിയാണി, ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എല്ലും കപ്പയും. അപ്പോൾ നമുക്ക് എല്ലും കപ്പയും മേടിക്കാൻ വേണ്ടി കറകച്ചാൽ മാർക്കറ്റിലേക്ക് പോകാം. നമ്മുടെ കറകച്ചാൽ മാർക്കറ്റിലെത്തി. നമ്മളിനി കറകച്ചാൽ മാർക്കറ്റിനകത്തേക്ക് പോവുകയാണ്. ഒരു 2 കിലോ വാരിയിറച്ചു. വാരിയല്ല, യൂട്യൂബ് ചാനലുണ്ട്. വൃത്തിയായി കഴുകി വെച്ച എല്ലിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതും കൂടെ ചേർത്ത് നമ്മളൊരു എത്ര വിസിലടിക്കുന്നത്? വേവ് അനുസരിച്ച് ഒരു 3 മതി, 4 മതി അടിക്കും. ഒരു 6 വിസിൽ നന്നായിട്ട് ഇറച്ചിയും എല്ലും ഒക്കെ വേകാൻ വേണ്ടി ഒരു 6 വിസിൽ വെച്ച് നമ്മൾ വേവിക്കാൻ പോവാണ്. അപ്പോൾ എന്തില്ല പിന്നെ നമ്മൾ നോക്കി തിളച്ച് വരുമ്പോൾ നമ്മൾ അടപ്പ് വെച്ച് അടക്കണം. അതെ, മമ്മി ഇത് കപ്പ പൊളിക്കുകയാണ്. മമ്മിയാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ്. നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ. കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു. അതെ, എല്ലും കപ്പയുടെ എല്ലാം ഇതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലോണം വെന്ത് വരണം. ഇതുപോലെ വരണം. വെന്ത് നല്ല ഉടങ്ങി ഇതുണ്ടോ, എല്ലേന്നൊക്കെ വിട്ട് ഇങ്ങനെ കിടക്കണം. ഇനി നമ്മൾ കപ്പ വേവിക്കാൻ പോവുക. കപ്പ വേവിച്ച് ഇങ്ങനെ മിക്സിങ്ങിലാണ് മുഴുവൻ കാര്യങ്ങൾ ഇരിക്കുന്നത്. അതെ, കപ്പ നമ്മൾ വേവാനിട്ടിട്ടുണ്ട്. കപ്പ വെന്തിട്ട് നമുക്ക് മിക്സിങ്ങിലാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് മിക്സിങ്ങിലേക്ക് പോവാം ഇത് വെന്തതിന് ശേഷം കേട്ടോ. അതെ, കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തുകൊണ്ടിരിക്കുക കപ്പ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേവാനുണ്ടെന്ന് തോന്നുന്നു. ഇത് സ്പെഷ്യൽ അതിൻ്റെക്ക് ചേർക്കുന്ന അരപ്പാണ്. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരി മുളക്, ഇത്രയും ചേർത്തുള്ള സ്പെഷ്യൽ അരപ്പാണ്. അപ്പോൾ ഈ അരപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പൊളി സാധനമായിരിക്കും. കോട്ടയങ്ങളുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി. ഇതിലെ കപ്പ വെച്ച് ഇതിലെ എല്ലിപ്പത്ത് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കപ്പ നമ്മൾ യോജിപ്പിക്കുക.
കത്തിച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നവരപ്പോൾ. ചൂടെല്ലാം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ആയി ടേസ്റ്റ് ചെയ്താൽ മതി. ഗോപ്രോയിലായതുകൊണ്ട് കുറച്ചുകൂടി ലൈറ്റിന് ഇങ്ങനെ കുറവുണ്ട്. ഡെക്കറേഷന് രണ്ട് ഉള്ളിയും കൂടെ വെച്ചേക്കാം. എനിക്കിത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം ഇത് കണ്ടോ. ഓ സൂപ്പർ. എല്ലൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓ അവളിപ്പി എല്ലും കപ്പയാണ് യോജിക്കുന്ന സമയമാണ്. പുക പോകുന്ന പോക്ക് കണ്ടാ.